ഓണത്തിന് നാടിന് പൂക്കളുടെ നിറപ്പകിട്ട് സമ്മാനിക്കുകയാണ് 62-ാം വയസ്സിലും കൃഷിയോടുള്ള ആവേശം കൈവിടാത്ത നാട്ടിക സ്വദേശിനി കൊടപ്പുള്ളി വീട്ടിൽ ഷീജ. നാട്ടിക 12-ാം കല്ലിന് പടിഞ്ഞാറ് 1 ഏക്കറോളം സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കളുടെ കാഴ്ചയാണ് ഇപ്പോൾ നാട്ടുകാരുടെയും കാഴ്ചക്കാരുടെയും ശ്രദ്ധയാകർഷിക്കുന്നത്. കാൽനൂറ്റാണ്ടിലേറെയായി വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്ന ഷീജ 4 വർഷം മുൻപാണ് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് തിരിഞ്ഞത്. ആദ്യ പരീക്ഷണം വിജയിച്ചതോടെ തുടർന്നുള്ള വർഷങ്ങളിലും ചെണ്ടുമല്ലി കൃഷി തുടരുകയായിരുന്നു. ഇത്തവണ 1 ഏക്കറോളം സ്ഥലത്ത് 1000-ഓളം ചെണ്ടുമല്ലി തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ദിവസവും 2 നേരം കൃഷിയിടത്തിലെത്തി ചെടികൾ പരിപാലിക്കുന്ന ഷീജയുടെ അധ്വാനത്തിന് ഇത്തവണ മികച്ച വിളവാണ് ലഭിച്ചത്. ചാഴൂരിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞ, ചുവപ്പ് നിറങ്ങളിലുള്ള ഹൈബ്രിഡ് തൈകളാണ് കൃഷി ചെയ്തത്. കൃത്യമായ പരിചരണവും പരിപാലനവും ലഭിച്ചതോടെ ചെടികളിൽ നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. അത്തം ദിനത്തിൽ പൂക്കൾ വിളവെടുത്ത് കൃഷിയിടത്തിൽ നിന്നും ഷീജയുടെ തൃപ്രയാറിലുള്ള ഷോപ്പിൽ നിന്നുമായി വിൽപ്പന നടത്താനാണ് തീരുമാനം. കൃഷിയുടെയും വിളവെടുപ്പിന്റെയും വിൽപ്പനയുടെയും കാര്യങ്ങൾ ഏറെയും സ്വയം നിർവഹിക്കുന്നതിനാൽ ചെണ്ടുമല്ലി കൃഷി ലാഭകരമാണെന്നും ഷീജ പറയുന്നു. 2 മാസം മുന്നേ സ്റ്റഡി സെന്ററിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് ചെട്ടുമല്ലി. ഒരു 60 ദിവസമാണ് ഇതിന്റെ ഇത്. അപ്പൊ ഇതൊറ്റയ്ക്ക് 2 ദിവസം കൊണ്ടാണ് ഇത് നട്ടുണ്ടാക്കിയത്. അത് 2 മണിക്കൂർ സമയം ഒരു ദിവസത്തിൽ, 4 മണിക്കൂർ കൊണ്ട് ഇത്രയ്ക്ക് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് ഇത്രയ്ക്കായി ആയത്. ചെണ്ടുമല്ലിക്ക് പുറമെ കപ്പലണ്ടി, ചോളം, മഞ്ഞൾ, കൂർക്ക തുടങ്ങിയ വിവിധയിനം വിളകളും ഷീജ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയോടുള്ള നിരന്തരമായ താല്പര്യവും അധ്വാനവും കൊണ്ട് സ്വന്തം കൃഷിയിടത്തെ ഒരു വൈവിധ്യമാർന്ന കൃഷിയിടമാക്കി മാറ്റിയിരിക്കുകയാണ് ഷീജ. ഓണത്തിന് പൂക്കൾ തേടിയെത്തുന്നവർക്കും കൃഷിയോട് താല്പര്യമുള്ളവർക്കും ഒരുപോലെ കൗതുകമാകുകയാണ് നാട്ടികയിലെ ഈ പൂപ്പാടം. ഓണത്തിന്റെ വരവറിയിച്ച് മഞ്ഞയും ചുവപ്പും നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ ഷീജയുടെ കൃഷിയോടുള്ള ആത്മാർത്ഥതയുടെയും അധ്വാനത്തിന്റെയും മനോഹരമായ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. TCV ന്യൂസ്, തൃപ്രയാർ.